ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം പനിയും ക്ഷീണവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുവിധം വിട്ടുമാറി വരുവാണ്. ഇന്ന് വാപ്പാക്ക് നല്ല പനിയായിട്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഓരോരുത്തർക്കും മാറി വരുമ്പോൾ അടുത്ത ആൾക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതെനിക്ക് 2 ദിവസം മുന്നേ കുക്കർ തന്ന പണിയാണ്. ഇതൊക്കെ വെച്ച് മനസ്സിലാക്കാമല്ലോ എനിക്ക് എത്രത്തോളം ശ്രദ്ധയുള്ള ഒരാളാണെന്നുള്ളത്. ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അതിൻ്റെ എയർ പോകുന്നതിന് മുന്നേ തുറക്കാൻ നോക്കിയതാണ്. കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. അതാണ് ആ അടയാളം. പിന്നെ മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെയാണ്. കൊല്ലത്തൊക്കെ നല്ല മഴ പെയ്യുമെന്നാണ് വാർത്തയിൽ കാണുന്നത്. വലിയ മഴയായിട്ടില്ലെങ്കിലും പൊതുവേ മഴയാണ് ഇപ്പോൾ. അപ്പോൾ ഇതേ പാത്തുക്കുട്ടി രാവിലെ പള്ളിയിലത്തേക്കുള്ള ഹോംവർക്കും ഒക്കെ എഴുതി വെക്കുവാണേ. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. കാരണം എഴുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പള്ളിയിലെ കാര്യം എഴുതാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ പേടിച്ചങ്ങ് എഴുതിക്കോളും. ഞാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും. അവൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഒന്നീ ഗെയിം കളിക്കും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അവളെ പാവക്കുട്ടിയൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒഴിവുകേട് പറഞ്ഞ് എന്നെക്കൊണ്ട് ഇതെങ്ങനെ എഴുതിപ്പിക്കാം എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൈക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നേ. ബാക്കി അവൾ തന്നെ അങ്ങ് എഴുതും. കൈക്ക് ഞാൻ പറഞ്ഞില്ലേ, വിറക് കയറി തട്ടിയിട്ട് കൈക്ക് ചെറിയ നീരുണ്ടെന്ന്. ഇന്ന് നീരൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ നല്ല വേദനയുണ്ട് കേട്ടോ. നല്ല ചതവ് വന്നതല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ രാവിലെ തുടങ്ങുകയാണ് നമ്മുടെ വീഡിയോ എടുപ്പ്. അവൾ ഹോംവർക്കൊക്കെ എഴുതി, അവൾക്ക് കാപ്പിയൊക്കെ കൊടുത്തു. പൂരിയും മസാലക്കറിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ പൂരി ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ് ഈ നിൽക്കുന്നത്. അവളിങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞ് കുറച്ച് ആ പൂരി വെച്ച് തന്നെ സമൂസ പോലെ ആക്കി കൊടുക്കുമെന്ന്. അതിൻ്റെ മസാല നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ, ചാറാക്കുന്നതിന് മുന്നേ എടുത്ത് വെക്കത്തില്ലേ. അപ്പോൾ ഒരു ചിക്കൻ മസാലയൊക്കെ ഇട്ട് നമ്മൾ വരട്ടിയല്ലേ എടുക്കുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ സമൂസ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഐഡിയ ഫ്ലോപ്പായി പോകുന്നു. പക്ഷേ കൊള്ളാം കേട്ടോ, സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഒക്കെ കാപ്പിയൊക്കെ കൊടുത്ത് മദ്രസയെ കൊണ്ടാക്കി. നീ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിത് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ മദ്രസയിൽ കൊണ്ടാക്കി. രാവിലെ പോകുന്ന ടൈം ആയപ്പോഴത്തേക്ക് എന്തായാലും മഴയില്ലായിരുന്നു. അത് ഭാഗ്യമായി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പോക്ക് മുടങ്ങും. നമ്മൾ നടന്നു പോകുന്നതല്ലേ, എന്തായാലും നനയും. അതുകൊണ്ട് മഴയായിരുന്നെങ്കിൽ പിന്നെ ഞാൻ വിടത്തില്ലായിരുന്നു. അങ്ങനെ എന്തായാലും കൊച്ചിനെയും കൊണ്ടാക്കി ഞാൻ വന്നിട്ട് ഞാൻ ആ മസാലക്കറി വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ, ചാറാക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ചെടുത്ത് മാറ്റി. വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആ കിഴങ്ങും ക്യാരറ്റും ഉള്ളി എല്ലാം കൂടെയൊക്കെ എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുത്ത് നല്ലതുപോലെ ഉടച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിൽ ലേശം ചിക്കൻ മസാല, മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തങ്ങ് മാറ്റിയിട്ട് 2 പൂരി ഇങ്ങനെ, ഒരു പൂരി വെക്കുക, അതിൻ്റെ മണ്ടയിൽ കുറച്ച് മസാല വെക്കുക, അതിൻ്റെ മണ്ടയിൽ മറ്റൊരു പൂരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ചെറിയ നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ, പാത്തൂടെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന കറി കൊണ്ടുപോകുന്ന ടിന്നുണ്ടല്ലോ, സ്റ്റീലിൻ്റെ, അതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിന് കിട്ടിയത് കേട്ടോ. സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സ്നാക്കാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ വെക്കുന്നവർക്ക് ചിക്കനായിട്ട് വെക്കാം, അതുപോലെ മുട്ട വെച്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഗോതമ്പിൻ്റെ പൊടി വെച്ച് നമ്മളെ പൂരിയുടെ മസാല, പക്ഷേ മൈദയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലതുപോലെ പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൂരിയിൽ നമ്മൾ കുറച്ച് റവ മാവും കൂടെ ഇടുമല്ലോ, ഇങ്ങനെ ഒന്ന് പൊള്ളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊണ്ടാണ് മാവ് നല്ല പരുവത്തിലിരുന്നത് കൊണ്ട് എന്തായാലും ഇത് വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ കൊച്ചു വന്നപ്പോഴത്തേക്കും പള്ളി 11 മണിക്കല്ലേ വിടുന്നത്. അപ്പോഴത്തേക്കും പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് കട്ടൻ ചായയൊക്കെ ഇട്ട് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈകുന്നേരം നമുക്ക് ചായക്കടിക്കും ഇത് തന്നെയായിരുന്നു കേട്ടോ. ചായക്കടി അങ്ങനെയൊന്നും ഞാൻ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറില്ല.
പഴവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏത്തയ്ക്കാപ്പം പൊരിക്കുകയോ ഒക്കെ ചെയ്യും. ചിലപ്പോൾ ഉള്ളിവട ഉണ്ടാക്കും. അങ്ങനെയാണ്. അങ്ങനെ രാവിലെ ആ ഒരു കാപ്പി തട്ടിക്കൂട്ടി അങ്ങനെ അങ്ങ് അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അനിയത്തി ഇവിടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയൂണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലുള്ള കണ്ടൻറ്റ് ചെയ്യും. നമ്മുടെ കണ്ടൻറ്റ് അത് തന്നെയാണ് കേട്ടോ. തുടക്കം മുതലേ നമ്മുടെ കണ്ടൻറ്റ് അത് തന്നെയാണ്. എനിക്ക് അതിനാണ് വ്യൂസും ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് ഉച്ചയൂണിൻ്റെ വീഡിയോ തന്നെ ഇടുന്നത്. നമ്മളല്ലാണ്ട് വീഡിയോ എടുത്തിട്ടത് യൂട്യൂബ് ഇത് തന്നെയാണ് നമ്മളിപ്പോൾ 3 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയൂണ്. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ അനിയത്തി അവിടെ കഴുകി തന്നു. ഞാൻ മോളെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വിറക് ക്ഷാമം ഭയങ്കരമാണ്. ഗ്യാസും കൂടെ ഇല്ലല്ലോ. ഇനി കുറച്ച് വിറകൊക്കെ വെട്ടി ഞാൻ കീറിയിട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഉണങ്ങിയ വിറകാണ് കേട്ടോ. പ്ലാവിൻ്റെ ഉണ്ടല്ലോ പ്ലാവ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഞാനൊന്ന് എടുത്ത് കൊത്തി കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് നനഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ഉണക്കിയെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു തിട്ടയിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ ചൂട് തട്ടി ഉണങ്ങിക്കിട്ടും. പിന്നെ പച്ചക്കറി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കൂടി ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഈ മത്തൻ ഇങ്ങനെ അഴുകി പോകാതിരിക്കുക. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ചീഞ്ഞ് പോകത്തില്ലേ, പന്നലായി പോകത്തില്ലേ. അതിന് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ആ മത്തൻ്റെ ആ കുരു ഉണ്ടല്ലോ, ആ കുരുവൊക്കെ ഉള്ള ഭാഗം നല്ലതുപോലെ ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ വെച്ചത് ഇതുപോലെ ഒന്ന് ചുരണ്ടി മാറ്റിയാൽ മതി. ഫുള്ളങ്ങ് ക്ലീൻ ആക്കണം കേട്ടോ. അത് എത്ര ദിവസം വേണേലും പിന്നെ ആ മത്തൻ അങ്ങനെ ഇരുന്നോളും. ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്നോളും കേട്ടോ. എനിക്കിത് ആദ്യം അറിയത്തില്ലായിരുന്നു. നമുക്ക് ഒരു യൂട്യൂബ് ചേച്ചി പറഞ്ഞു തന്നതാണ്, ഒരു യൂട്യൂബർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനത് എല്ലാം പച്ചക്കറിയൊക്കെ അതിൻ്റേതായ പാത്രങ്ങളിലും ഇതിലും ഒക്കെ പറക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കറിക്ക് നേരത്തെ തന്നെ ഞാൻ അരപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് കറി അവിടെ കലക്കി. മീനൊക്കെ കട്ട് ചെയ്ത് കൊഴിയാളയായിരുന്നു കേട്ടോ. മീൻ ചെറിയ കൊഴിയാളയുടെ കുഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അനിയത്തി അകമൊക്കെ ഒന്ന് പെരയ്ക്കകമൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. വലയടിക്കണം കേട്ടോ. നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലയടിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വലയങ്ങാവും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ചില ആളുകൾ വലയടിക്കുമ്പോൾ പെട്ടെന്ന് വല കയറുമെന്ന്. ഞാൻ വലയടിച്ചാൽ പെട്ടെന്ന് വല കയറും കേട്ടോ. ഞാനാണ് വല തട്ടാറ്. അപ്പോൾ എന്തായാലും വല തട്ടാൻ സമയമായി. വീണ്ടും വല കയറിയിട്ടുണ്ട്. ഭയങ്കര പല്ലി ശല്യം കേട്ടോ. പല്ലി ശല്യം പോകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അനിയത്തിയുടെ അകമൊക്കെ ഒന്ന് അടിച്ച് വരുമല്ലേ. ഞാൻ പെട്ടെന്ന് പോയി തുണികളൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടി ഉണ്ടായിരുന്നു. എൻ്റെയും കൊച്ചിൻ്റെയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഞാൻ അപ്പുറവശത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ബാക്കി കൊണ്ടുവന്ന് ഈ ഒരു വശത്ത് അയ കെട്ടി അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ടി ഭയങ്കര ശല്യമാണേ. പട്ടിയാണെങ്കിൽ നമ്മൾ തുണി കഴുകി ഇട്ട് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകും. കടിച്ച് അതെടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പിന്നെ അതെടുത്തിട്ട് കാര്യമില്ല, ഒരു പ്രയോജനവും ഇല്ലാണ്ടായി പോകും. പിന്നെ ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസ്, കൂടുതൽ തുണിയാട്ടോ ഇവിടെ ശല്യം. ഏറ്റവും കൂടുതൽ തുണി നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ ആ തുണി പിന്നെ കാണത്തില്ല. അങ്ങനെ കൊച്ചിൻ്റെ 1-2 തുണിയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. ഞാനങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് കയറിയപ്പോൾ നല്ലതുപോലെ മഴക്കോൾ ഇരുട്ടായി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും നനയുന്നെങ്കിൽ നനയട്ടെ, നമ്മളിപ്പോൾ കഴുകിയിട്ടതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങ് കയറി വന്നിട്ട് കുറച്ച് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്കും അത് വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ പൊന്നെ, അതിൽ കിടക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക മൊത്തം മുറ്റിയതായിരുന്നു കേട്ടോ. ഒട്ടും നമുക്ക് കത്തി വെച്ച് മുറിച്ചാൽ പോലും മുറിഞ്ഞു വരത്തില്ല, ആ വിധത്തിൽ വെണ്ടയ്ക്കായിരുന്നു. ഇത് നല്ലതുപോലെ ഇളതായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇതിന് മെഴുക്കുരട്ടി ആക്കി എടുക്കാനായിട്ടാണ്. പിന്നെ കുറച്ച് മുട്ടക്കോസ്, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം കൂടെ മിക്സാക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാട്ടോ അത്. നല്ല ടേസ്റ്റാണ് നമ്മളങ്ങനെ മിക്സാക്കി വെക്കുമ്പോഴത്തേക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടിയൊക്കെ അനിയത്തി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഏകദേശം വെന്ത് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചേക്കുന്നത്. ചോറ് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കാരണം രാവിലെ തന്നെ നമ്മൾ അരി അടുപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അങ്ങ് പെട്ടെന്നാവും. കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇടും കേട്ടോ. അതുകൊണ്ട് ചോറ് പെട്ടെന്നാവും. അങ്ങനത്തെ വിറക് വെട്ടിക്കീറിയെന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് നേരം വെയിലത്ത് കിടപ്പുണ്ടായിരുന്നു. വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ ഒരു വെട്ടം വന്നപ്പോഴത്തേക്കും, അതായത് ആ ഒരു കോള് മാറി നിന്നപ്പോഴത്തേക്കും ഞാനൊന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ടെടുത്ത്
ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കോള് കയറി വന്നപ്പോൾ ആ വിറക് കൊണ്ടുവന്ന് ഈ തിട്ടയിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ മീനും പൊരിച്ചെടുത്തു, അതുപോലെ തോരനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നല്ല മഴ പെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. നല്ല മഴ പെയ്യുന്നുണ്ട്. തുടക്കം വോയിസ് ഓവർ കൊടുക്കാതിരുന്നപ്പോൾ മഴയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയും നല്ല മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ച മീൻകറിയും അതുപോലെ മീൻ ഫ്രൈയും മെഴുക്കുവരട്ടിയും തോരനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ബൈ.